നാട്ടിലെ ഒരു 2015 വി ഇന്നോവ എടുക്കണമെങ്കിൽ ഒരു 12 ലക്ഷത്തിന്റെ മുകളിൽ കൊടുക്കണ്ടേ? അത്രയൊന്നും നിങ്ങൾ പൈസ മുടക്കണ്ട. അതിലും കുറഞ്ഞ വിലയ്ക്ക് മെഴ്സിഡസ് ബെൻസിന്റെ ലക്ഷറി വണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. നാട്ടിൽ കുറേ ആളുകൾ ചോദിക്കലുണ്ടായിരുന്നു പേഴ്സണൽ പർപ്പസിനും അതുപോലെ തന്നെ വാടകയ്ക്ക്, മറ്റേ മാരേജ് പർപ്പസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വണ്ടികൾ ഇഷ്ടം പോലെ റെന്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് മെഴ്സിഡസ് ബെൻസിന്റെ വണ്ടികൾ കുറേ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ രണ്ട് വണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മെഴ്സിഡസ് ബെൻസിന്റെ ഒരു E250 ബ്ലാക്ക് കളർ, നല്ല കിടിലൻ കളർ, ഡൽഹി രജിസ്ട്രേഷൻ. അതുപോലെ തന്നെ ഒരു CLA നമുക്ക് കിട്ടാൻ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല എൻക്വയറി ഉണ്ട് ഈ ഒരു CLAക്ക് നമ്മുടെ നാട്ടിലൊക്കെ. CLAയുടെ പ്രത്യേകത അറിയാലോ, നല്ലൊരു അടിപൊളി ഡിസൈനാണ്, നല്ലൊരു ഫ്ലൂയിഡിക് ഡിസൈൻ. അതുപോലെ തന്നെ ഫ്രെയിംലെസ് ഡോറാണ് വരുന്നത്. ഇത് HR26 ഗുഡ്ഗാവിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വണ്ടി നമുക്ക് ഇവിടെ ഒരു ബ്രോക്കർ വഴി കിട്ടിയതാണ്. അത്യാവശ്യം നമുക്കൊരു ഇവിടെ ലോക്കൽ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ചില ബ്രോക്കർമാരൊക്കെ നമുക്ക് വണ്ടി തരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബ്രോക്കർ വഴി കിട്ടിയ രണ്ട് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ E250യുടെ ഡീറ്റെയിൽ നോക്കാം. E250 എന്ന് പറഞ്ഞാൽ നാട്ടിൽ അത്യാവശ്യം എൻക്വയറി ഉണ്ട്. കുറച്ചൊരു ലെങ്ത് കൂടിയ വണ്ടിയാണ്. ഇപ്പോൾ ഈ കിടക്കുന്ന CLA കാണുമ്പോൾ ഈ CLAനെക്കാട്ടും ലെങ്ത് ഈ ഒരു E250ക്ക് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു E250ക്ക് ബ്ലാക്കിനും ഡിമാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റിനും നമ്മുടെ നാട്ടിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. ഇത് 2015 മോഡലാണ്. രണ്ട് വണ്ടിയും 15 ആട്ടോ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ആ ഒരു ഓണർഷിപ്പ് നമുക്കൊരു പ്രശ്നമല്ല. അതിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. വെറും 10,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഡൽഹിയിൽ നിന്ന് എടുക്കാൻ പറ്റും. E250 ആണ്. നല്ല അടിപൊളി സൺറൂഫ് വരുന്നുണ്ട്, നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ഞാൻ വണ്ടി കാണിച്ചു തരാം. ഇതിൻ്റെ ഓൾറൗണ്ട് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ടയറൊക്കെ നമുക്ക് കുറച്ച് കുറവാട്ടോ, ഒരു 60% നമുക്ക് 4 ടയർ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ബോഡിയുടെ മുകളിലൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു പോളിഷ് മാത്രം ഒന്ന് ചെയ്യുക. ബ്ലാക്ക് ആയതുകൊണ്ട് ചെറിയൊരു സ്ക്രാച്ച് ഒക്കെ പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോളിഷ് ചെയ്യുക. ഈ ഒരു സൈഡിലെ ടയറും നമുക്കൊരു 60%, അത്ര ടയർ പറയാനുള്ളൂ. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ്. 82,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. കിലോമീറ്റർ ഒക്കെ ഈ രണ്ട് വണ്ടിയുടെയും ജെനുവിൻ കിലോമീറ്റർ ആണ്. മീറ്റർ ടാമ്പറിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത വണ്ടിയാണ്. ഈ ഒരു സൈഡിലൊക്കെ കണ്ടാൽ ബോഡിയുടെ മുകളിൽ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് ചെറിയ ചെറിയ സ്ക്രാച്ച് ഇടുക ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ പോളിഷ് ചെയ്താൽ നമുക്ക് ക്ലിയർ ആയി കിട്ടാവുന്ന കേസേ ഉള്ളൂ. പിന്നെ ടെയിൽ ലാമ്പൊക്കെ നോക്കാം. ഒറിജിനൽ ടെയിൽ ലാമ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. മെഴ്സിഡസ് ബെൻസിന്റെ എംബ്ലം വരുന്നുണ്ട് കേട്ടോ. ടെയിൽ ലാമ്പിന്റെ മുകളിലൊക്കെ നോക്കിയാൽ അറിയാം, ഈ ചെറിയ ബെൻസിന്റെ എംബ്ലം ഇവിടെ കാണിക്കും. ഈ ഒരു സൈഡിൽ എവിടെ കാണുന്നില്ലല്ലോ. ആ, ഈ ഒരു പീസിന്റെ മുകളിലുണ്ട്, പക്ഷെ ഇതിന്റെ മുകളിലില്ല കേട്ടോ. അപ്പൊ ഇത് മാറിയിട്ടുണ്ട്, ഇത് പിന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഉള്ളോട്ട് തട്ടല് കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഡിക്കി സ്പേസും ഒക്കെ ഉള്ള ഒരു വണ്ടി കേട്ടോ E250 എന്ന് പറയുന്നത്. നമ്മൾ ഏതായാലും ഈ ഒരു വീഡിയോക്കകത്ത് രണ്ട് വണ്ടിയും ഒരുമിച്ച് അങ്ങ് കാണിച്ച് തീർക്കുകയാണ്. അപ്പോൾ കുറച്ച് ഫാസ്റ്റിലായിരിക്കും ഞാൻ ഏതായാലും പോവാം. ആ ലെഫ്റ്റ് സൈഡിലെ ടെയിൽ ലാമ്പൊക്കെ മാറിയോണ്ട് നമ്മൾ ഉള്ളിലൊക്കെ നോക്കണം, ഉള്ളിലേക്ക് തട്ടൊക്കെ ഉണ്ടോന്നുള്ളത്. അപ്പോൾ ഏതായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. യെസ്. ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡീൻ്റെ മുകളിൽ വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഗ്ലാസ് ഒക്കെ 2015 തന്നെ കേട്ടോ. ഇനി ഉൾഭാഗം നോക്കിയാലോ നമുക്ക്. നല്ല അടിപൊളി ആ ഒരു ബീച്ച് കളർ എന്നൊക്കെ ഞാൻ എനിക്ക് അറിയാവുന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞ കേട്ടോ. ബെൻസിന്റെ കാര്യത്തിലൊന്നും ഇത് ബീച്ച് എന്നുള്ള കളറിലൊന്നും ആയിരിക്കും അറിയപ്പെടുക, അതെനിക്ക് ഉറപ്പാണ്. തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് ഇന്റീരിയറിന്റെ മുകളിൽ പറയാം. സൺറൂഫ് ഒക്കെ വരുന്ന കേട്ടോ. സൺറൂഫ് അതേപോലെ തന്നെ ഗ്ലാസ് ടോപ്പ് വരുന്നുണ്ട്. രണ്ട് പോർഷൻ ആയിരിക്കും. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ഇതിലൂടെ പുറത്തേക്ക് ചന്ദ്രനെ ഒക്കെ കാണാൻ പറ്റും. ചെറിയ ആ ഒരു കാലപ്പഴക്കത്തിന്റെ ഫെയർനെസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഒരു വുഡൻ ഫിനിഷിന്റെ മുകളിലൊക്കെ ചെറിയൊരു ഫെയർനെസ് ഉണ്ട്. എന്തായാലും നമുക്ക് അത്ര ബഡ്ജറ്റല്ലേ വരുന്നുള്ളൂ. വെറും 10,75,000 രൂപയ്ക്ക് നമുക്കൊരു ലക്ഷറി വണ്ടി, അത് സെഡാൻ ടൈപ്പ് ബെൻസിന്റെ E250 നമുക്ക് എടുക്കാൻ പറ്റുക നല്ലൊരു റേറ്റ് തന്നെയല്ലേ. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു റേറ്റ് കേട്ട സമയത്ത് തേർഡ് ഓണർഷിപ്പ് ആണെങ്കിലും പോട്ടെ, നമുക്ക് പേഴ്സണൽ യൂസിനും അതുപോലെ തന്നെ ഈ റെന്റ് പർപ്പസിനൊക്കെ ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അതെനിക്ക് ഉറപ്പാണ്. 2015 സെപ്റ്റംബർ 9/9/2015 രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡൽഹി വണ്ടിയാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് CLAയിലേക്ക് പോയാലോ. CLA എന്ന് പറയുന്നത് ഭയങ്കര എനിക്ക് നല്ല താല്പര്യമുള്ള വണ്ടി കേട്ടോ. വലിയ നീളമൊന്നും ഇല്ലെങ്കിലും ഒരു ഒതുങ്ങിയ വണ്ടിയാണ്. അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾ വന്ന് നോക്കിയാൽ തന്നെ പല ആൾക്കും അറിയാം CLA ഒക്കെ എന്താണെന്നുള്ളതും കാര്യങ്ങളൊക്കെ. HR26 ഗുഡ്ഗാവ് രജിസ്ട്രേഷനാണ്. ഒരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഈ CLAക്കകത്ത് നമുക്കറിയാം E250 ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടൊക്കെ അത്യാവശ്യം നല്ലൊരു വ്യത്യാസമുണ്ട്. അപ്പം വലിയ ഗ്രില്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിലും
നല്ല ക്വാളിറ്റിയിലുള്ള ബോഡിയാണ്, വൈറ്റ് കളറാണ്, യാതൊരു സ്ക്രാച്ചോ അല്ലെങ്കിൽ ഡെൻറ്റോ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാട്ടത്. 53,000 കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. കുറച്ച് പെയിൻ്റ് അടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പീസ് ഇവിടെ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഗ്ലാസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 തന്നെയാണ്, ഗ്ലാസ് ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഏറ്റവും ഒരു ലക്ഷറി സെഗ്മെൻ്റ് ആണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ഒരു സാധനം. കണ്ട, ഈ ഫ്രെയിം ഉണ്ടാവില്ല, അതായത് ഡോറിൻ്റെ ഫ്രെയിം. അത് ഫ്രണ്ടിലത്തെ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിലത്തെ കാണുമ്പോൾ നല്ല രസമാണ്, നമുക്ക് തുറന്ന് ഗ്ലാസ് താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. രണ്ടിൻ്റെ ചാവി മാറിപ്പോവും, രണ്ടും ഒരേപോലത്തെ കീ തന്നെയാണ് വരുന്നത്. രണ്ട് വണ്ടീൻ്റെ കീ ഒരേ കീ ആണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഗ്ലാസ് താഴ്ത്തിയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ അവിടെ വന്നിട്ട് ആ ഡോറ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നല്ല രസമുണ്ടാവും കാണാനായിട്ട്. ഈ ഒരു എന്താ പറയുക, കൺവേർട്ടബിൾ ടൈപ്പ് വണ്ടിയൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഉണ്ടാവും. കണ്ട, ഇത്രയേ ഉള്ളൂ. നല്ല രസമല്ലേ? നല്ലൊരു ഹരമുള്ളൊരു പരിപാടി തന്നെ അത്. പക്ഷെ എന്തോ ഒരു മുറിഞ്ഞു പോയാലുണ്ട് കേട്ടാ. എന്തായാലും നല്ല രസമുണ്ട്. ഇൻറ്റീരിയറൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയറാണ്. 53,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി, ആ ഒരു കുറഞ്ഞ കിലോമീറ്റർ ഓട്ടം നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. CLA 200 ആണ്. സൺറൂഫ്, എല്ലാ സംഭവം ഉണ്ട് ഇതിൻ്റെ മുകളിൽ, എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂഫ് ആട്ടോ ഇതിന് വരുന്നത്. നമ്മളെ E250 പോലെ, E250ക്കകത്ത് സൺറൂഫും ഉണ്ട്, അതുപോലെ തന്നെ മൂൺ റൂഫ് എന്ന് പറയുന്ന ഗ്ലാസ് ടോപ്പും വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് സൺറൂഫ് തന്നെ ഈ ഒരു സ്പേസിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലാക്ക് ആണ് വരുന്നത് ഫുൾ. സീറ്റ് ഒക്കെ ബീച്ച് കളറാണ്, പക്ഷേ ഡാഷും റൂഫും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആ ഒരു ബ്ലാക്ക് തീമിലാണ് വന്നിട്ടുള്ളത്. യെസ്, ഇത് ഫുള്ള് ക്ലോസ് ആയി, നല്ല രസമുണ്ട്. പിന്നെ ഇനി ഇന്റീരിയർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പുതിയ ബെൻസിന്റെ ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സീരീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. ഇതൊക്കെ ആ ഒരു റൗണ്ട് ഡിസൈൻ, ന്യൂ ഡിസൈനിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ബാക്കി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും 53,000 റേഞ്ചിൽ ഓടിയിട്ടുള്ള ഒരു വണ്ടി. ഗ്ലാസ് അടച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പൊടി കയറും നല്ലോണം. അപ്പോൾ ഇത് നമുക്ക് വളരെ ഒരു ചെറിയ ലോ ബഡ്ജറ്റിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഈ വണ്ടിക്ക് 12,75,000 രൂപയാണ് വില. രണ്ടിൻ്റെ റേറ്റ് ഫൈനൽ റേറ്റ് ആണ്, നെഗോസിയേഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ചോദിച്ചിട്ട് ദയവായിട്ട് നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അതിന് 10,75,000, ഇതിന് 12,75,000. രണ്ടും 2015 വണ്ടി തന്നെ. ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ്. E250 വരുന്നത് തേർഡ് ഓണർഷിപ്പാണ്. E250 83,000 ആണ് ഓടിയിട്ടുള്ളത്. ഇത് 52-53 ആ റേഞ്ചിലാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇതിന് ടയർ ഭാഗങ്ങൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ പറയാം. ഒരു 70-80% നമുക്ക് ടയർ കാര്യങ്ങളൊക്കെ ഈ ഒരു CLAയുടേത് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള രണ്ട് വാഹനത്തിൻ്റെ കണ്ടീഷൻ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. നല്ല രണ്ട് വണ്ടികളാണ്, രണ്ടും നല്ല റേറ്റിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് കൂടിയാണ്. മേജറായിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല രണ്ട് ബെൻസിൻ്റെ വണ്ടികൾ, ഒരു വൈറ്റും ഒരു ബ്ലാക്കും, ഒരു E250യും ഒരു CLA 200ഉം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഡിസ്പ്ലേക്കകത്ത് നമ്പർ കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ കുറേ ആളുകൾ ഇതിന് മൈലേജ് ഒക്കെ ചോദിച്ചിട്ട് മെസ്സേജ് കമൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. മൈലേജ് എന്ന് പറഞ്ഞാൽ E250 ഒക്കെ ആവുന്ന സമയത്ത് വലിയ മൈലേജ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, ഒരു 10 മുതൽ 12 ആ റേഞ്ചിൽ പ്രതീക്ഷിക്കാം. പക്ഷേ CLA എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ മെയിൻ്റനൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും CLA ആയിരിക്കും കുറച്ചും കൂടി E250യെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറയുക. കുറച്ചുകൂടി ഒരു ഫാമിലി പർപ്പസ് യൂസേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ CLAയിലേക്ക് പോകുന്നതായിരിക്കും നന്നാവുക. പക്ഷെ കുറച്ചും കൂടി ഒരു ഷോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി ലെങ്ത് ഉള്ള കാറൊക്കെ വേണമെന്നുള്ള ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു E250 സെഗ്മെന്റിലേക്ക് നോക്കാൻ പറ്റും. രണ്ടിനും ടാക്സ് ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഒരേ എമൗണ്ട് ഒക്കെ തന്നെയാണ് വരിക. ഇപ്പോൾ രണ്ട് വണ്ടിയും കിടക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലത്തെ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് പിന്നെ നമുക്ക് നാട്ടിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരും. അതിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആണ് വരുന്നത്. രണ്ട് വണ്ടി നാട്ടിൽ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ ടാക്സും അടയ്ക്കണം. ഇതൊക്കെ ഞാൻ പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ വീണ്ടും പറയുന്നത്. ലോണ് നമുക്ക് കിട്ടൂല.
ഇവിടുന്ന് വാഹനം വാങ്ങി നാട്ടിൽ കേരള നമ്പർ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ലോണും ചെയ്യാൻ പറ്റുള്ളൂ. കുറേ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു പറയുന്നത് ബോറായിട്ട് തോന്നും. പക്ഷേ പുതിയ പുതിയ ആളുകൾക്ക് ഈ ഒരു സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. കുറേ മെസ്സേജസും കുറേ കോൾസും എനിക്കിങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വാഹനത്തിൻ്റെ സ്പെയർ കീ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ജെന്യുവിൻ ഒരു ബയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും പേപ്പർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെയൊക്കെ പറയാൻ പറ്റും. രണ്ട് വണ്ടിയുടെയും ഇൻഷുറൻസ് ഒക്കെ വാലിഡ് ആണ്, ഒന്നും എക്സ്പയർഡ് അല്ല. പിന്നെ ഇവിടുന്നൊക്കെ വാഹനം വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഷുറൻസിൻ്റെ കാര്യമൊന്നും ചിലപ്പം എക്സ്പയർഡ് ആണെങ്കിൽ അവർ പറയുന്നില്ല. അപ്പോൾ നമ്മളത് നോക്കി ഉറപ്പ് വരുത്തണം. നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിലും ഒരു ഡീൽ നടക്കുന്ന സമയത്ത് ഇൻഷുറൻസ് എടുത്തു തരണം. അങ്ങനെയാണ് നാട്ടിലെ ഒരു രീതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇല്ല, ആ ഒരു കണ്ടീഷനിലാണ് വില പറയുക. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിത് ഈ വാഹനത്തിൻ്റെ രണ്ട് വാഹനത്തിൻ്റെയും ഇൻഷുറൻസ് വാലിഡ് ആണ്. ഫുൾ കവർ ആണോ തേർഡ് പാർട്ടി ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അതൊക്കെ നമുക്കൊരു ജെന്യുവിൻ ബയർ ഉണ്ടെങ്കിൽ ഇനി പോയി ഇരുന്നിട്ട് നമ്മളിങ്ങനെയുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. കുറച്ച് ആളുകൾ ഇതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് കൊടുക്കുക. അഡ്വാൻസ് കൊടുത്തതിന് ശേഷം നമുക്കൊരു കുറച്ച് ദിവസം സമയം ചോദിക്കാം. അത് കുറേ ദിവസം ചോദിക്കാൻ പറ്റില്ല. ഒരു ഒരു 3, 4, 5 ദിവസമൊക്കെ നമുക്ക് ചോദിക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ബാലൻസ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടി ഡെലിവറി എടുക്കാം. ഫുൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ടി ഡെലിവറി എടുക്കാൻ പറ്റുള്ളൂ. ഡെലിവറി എടുക്കുന്ന പേയ്മെൻറ്റ് ചെയ്ത് അന്ന് തന്നെ നമ്മൾ വണ്ടി ഡെലിവറി എടുത്ത് എല്ലാ പേപ്പറും നമുക്ക് വേണ്ട 28, 29, 30 ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ കമ്പനി പേരിലാണെങ്കിൽ GST സർട്ടിഫിക്കറ്റ്, ഇങ്ങനത്തെ കുറച്ച് ഡോക്യുമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിന് മുന്നേ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ സൈൻ ചെയ്ത് വാങ്ങി ഡെലിവറി എടുക്കും. വണ്ടി കണ്ടെയ്നറിലാണെങ്കിൽ കണ്ടെയ്നറിൽ ട്രാൻസ്പോർട്ട് ചെയ്യും. NOCക്ക് നമുക്കിവിടെ ഏജൻറ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് വാങ്ങിയിട്ട് NOCക്ക് ഏജൻറ്റിൻ്റെ അടുത്തും കൊടുക്കും. അങ്ങനെ NOC ഇഷ്യൂ ചെയ്തതിന് ശേഷം ഏജൻറ്റ് നമുക്ക് അയച്ചു തരികയാണ് ചെയ്യുക. അങ്ങനെ നമുക്ക് NOC നാട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇതാണ് അതിൻ്റെ നോർമൽ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഡിസ്പ്ലേക്കകത്ത് കൊടുക്കുന്നുണ്ട്. പഴയ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല കേട്ടോ. നമ്പർ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പും നമ്മൾ പുതിയ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അതായത് പണ്ടത്തെ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളുകൾക്കും പുതിയ നമ്പറിൽ വാട്സപ്പിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും. എന്നിട്ട് അതിൽ കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഏതായാലും ഇതുപോലുള്ള പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.